നമസ്കാരം. നിങ്ങൾ മേടം രാശിക്കാരനാണോ? മേടം രാശിയിൽ വരുന്ന നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തിക, മുക്കാലാണ്. ഈ 2026 കൂടുതൽ ഉയർച്ചകളൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കടന്നു പോകുന്നു. ഇപ്പൊ വീണ്ടും ഏഴര ശനിയിലേക്ക് അവർ മാറി. വ്യാഴമാണെങ്കിലും അവർക്ക് മോശം സ്ഥിതിയിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ്. ഇതിപ്പോ ജനനം തന്നെ കേതുവാണ്. ശിഷ്ടം കേതു കഴിഞ്ഞ് ശുക്രദശ തുടങ്ങുന്ന 20 വർഷം ശുക്രനുണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്ന ശനിദശയും ബുധദശയും ശുക്രദശയും ഒക്കെ അശുഭകരങ്ങളായിട്ടുള്ള ഒരു ദശാകാലമാണ്. മഹാമൃത്യുഞ്ജയ ഹോമം അത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി വീട്ടിലിരുന്നു കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം. 7 ദ്രവ്യങ്ങൾ കൊണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ദശാകാലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട് വളരെ അസുഖങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവിധ തടസ്സങ്ങളാണെങ്കിലും അതുപോലെ പൂജ, ജപം, മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കാം. ഇതൊക്കെ ഉത്തമമാണ്. ജനിക്കുന്ന കുട്ടികള് ഇപ്പോ ഈ കേതുർദശയിൽ ജനിച്ചിട്ട് 1.5 വയസ്സ്, ശിഷ്ടം കഴിഞ്ഞ് ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ കഴിഞ്ഞ് ശുക്രദശ തുടങ്ങും. ഈ ശുക്രദശാ കാലത്ത് കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ വളരെയേറെ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഈ പറയുന്ന ഹോമങ്ങളോ വഴിപാടുകളോ പൂജകളോ ബാലയന്ത്രം എഴുതി കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനാണെങ്കിലും നമ്മൾ മഹാലക്ഷ്മി ഭജനം നടത്തുക. അത് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ പൗർണമിക്കും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും സന്ധ്യസമയത്തും മഹാലക്ഷ്മി ഭജനം വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. തൊഴിൽ കിട്ടാനായിട്ട് നമുക്ക് താമസം നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കാം. മേടം രാശിക്കാർക്ക് അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ ശനീശ്വര പൂജ ചെയ്യാം, ശാസ്താഭജനം നടത്താം. ശാസ്താഭജനം നടത്തുമ്പോൾ മേടം രാശിക്കാർക്കായിട്ട് പറഞ്ഞിട്ടുള്ള പ്രത്യേക ശാസ്താഭജനമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഒരു ഗുരുവിൽ നിന്ന് മേടിച്ച് പഠിച്ച് അത് ജപിക്കാം.